തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ശക്തമായ മഴയെ തുടർന്നുണ്ടായ കടലാക്രമണത്തിൽ പുതുക്കുറിച്ചിയിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടായി. 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഒരാളെ കാണാതായി. തൈവിളാകം വീട്ടിൽ ആന്റണിയെയാണ് കാണാതായത്. പള്ളിത്തുറയിലും കടലാക്രമണം രൂക്ഷമാണ്. വീടുകൾ ഏതു നിമിഷവും കടലെടുക്കുമെന്ന ഭീഷണിയിലാണ്. നിരവധി തെങ്ങുകൾ ഇതിനോടകം കടലെടുത്തു. ശംഖുമുഖത്തെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിന്റെ സാങ്കേതിക ഉപദേശകനും ഡീപ്പ് വാട്ടർ മിഷൻ ഡയറക്ടറുമായ MV രമണമൂർത്തി, ആന്റണി രാജു MLA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തീരം സന്ദർശിച്ചു. ശംഖുമുഖം തീരസംരക്ഷണത്തിന് 3 നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതായി ആന്റണി രാജു പറഞ്ഞു. ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം ഗവൺമെന്റിനെ സമർപ്പിക്കും. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായിട്ടൊരു മീറ്റിംഗിൽ വെച്ച് അദ്ദേഹവുമായി ഞാൻ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ഇതുവരെ മീറ്റിംഗ് കൂടിയതും ഇന്ന് സന്ദർശിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ സന്ദർശനവരെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ സമർപ്പിക്കും. ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് കേരളത്തിൽ കടലാക്രമണം രൂക്ഷമാണെന്നും തീരപ്രദേശത്തെ പ്രശ്നങ്ങളെ ചെറുക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും MV രമണമൂർത്തി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.